ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മുടെ ചാനലിൽ എത്രയൊക്കെ വീഡിയോസ് ഡേ ടു ഡേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയേണ്ടത് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളുമാണ്. നമ്മൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊക്കെ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ചെന്നൈയിൽ സെറ്റിന്റെ ഒക്കെ അടിപൊളി പണിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണിയറയിലെ പരിപാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സമയമാണിത്. നമ്മളിപ്പോ സ്വന്തമായിട്ട് സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പണിയിലാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഈ പറയുന്ന ഷോ ആരംഭിക്കാനുള്ളതല്ലേ. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടമായിട്ടുള്ള ഓഡീഷൻ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2-ാം ഘട്ടത്തിലേക്ക് പോയിട്ടുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി പറഞ്ഞിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലരും ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ലെവൽ ഓഡീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇതാ 2-ാം ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡിക്ഷനിൽ ഉണ്ടായിരുന്ന പലരും ഈ പറയുന്ന ബിഗ് ബോസ് അവരെ വിളിച്ചു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2-ാം ഘട്ടത്തിലേക്ക് പോയ കുറച്ചധികം ഇൻഫ്ലുവൻസേഴ്സും മൂവി ആക്ടേഴ്സും സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം പ്ലെയേഴ്സും അത്തരത്തിലുള്ള പല വ്യക്തികളും ഈ പറയുന്ന ലിസ്റ്റിലുണ്ട്. നിങ്ങൾ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള പല വ്യക്തികളും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 1-ാമത്തെ പേര് യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ശരത് ജോയ് ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്ത് 2-ാം ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 2-ാമതായിട്ട് പറയുന്നത് ഒരു മൂവി ഡയറക്ടർ ആയിട്ടുള്ള റിയാസ് മുഹമ്മദും ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 3-ാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ താരം രേണു സുധിയും ആദ്യഘട്ടം ഇന്റർവ്യൂ ഇതാ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 4-ാമതായിട്ട് പറയുന്നത് ഒരു എഴുത്തുകാരനും സംവിധായകനും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള ഡിനോയ് പൗലോസും ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 5-ാമതായിട്ട് പറയുന്നത് സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസുമായിട്ടുള്ള അനുമോളും ആദ്യഘട്ട ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 6-ാമതായിട്ട് പറയുന്നത് മൂവി ആക്ടറും ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം പ്ലെയറുമായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യനും ആദ്യഘട്ട ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 7-ാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അരുൺ നായരും ആദ്യഘട്ട ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 8-ാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ താരവും ആക്ട്രസുമായിട്ടുള്ള വാസ്തവിക അയ്യറും ആദ്യഘട്ട ഓഡീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 9-ാമതായിട്ട് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ഫാർമറും ഓൺട്രപ്രണറുമായിട്ടുള്ള ആകാശ് അഖിലേഷും ആദ്യഘട്ട ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 10-ാമതായിട്ട് പറയുന്നത് മാർഷൽ ആർട്ടിസ്റ്റും പറയുന്ന പോലെ മോഡലും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ആതിരയും ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 11-ാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ താരവും യൂട്യൂബറുമായിട്ടുള്ള റംനയും ആദ്യഘട്ട ഓഡീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12-ാമതായിട്ട് പറയുന്നത് വിശാഖ് സൺസി ഒരു ആക്ടറാണ്. അദ്ദേഹവും ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 13-ാമതായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ താരവും ആക്ടറുമായിട്ടുള്ള നാഷിദ് നൌഷാദും ആദ്യഘട്ട ഓഡീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 14-ാമതായിട്ട് പറയുന്നത് കപ്പിൾസ് ആയിട്ടുള്ള ഫാത്തിമ നോറയും ആദിലെ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി 15-ാമതായിട്ട് പറയുന്നത് റോഹൻ ലോണ, നമ്മുടെ ഇന്റർവ്യൂ ആങ്കർ ആയിട്ടുള്ള റോഹൻ ലോണ ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 16-ാമതായിട്ട് പറയുന്നത് യൂട്യൂബറും വീഡിയോ ക്രിയേറ്ററുമായിട്ടുള്ള ബബിത ബബിയും ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 17-ാമതായിട്ട് പറയുന്നത് ജിം ട്രെയിനർ ആയിട്ടുള്ള മുബീന ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 18-ാമതായിട്ട് പറയുന്നത് സ്റ്റാർ മാജിക് ഫെയിമും ആക്ടറുമായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിനും ആദ്യ ലെവൽ ഓഡീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 19-ാമതായിട്ട് പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസിൽ ജാസിയും ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 20-ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റ് സീരിയൽ താരവുമായിട്ടുള്ള ഇഷാനിയും ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 21-ാമതായിട്ട് പറയുന്നത് RJ ആയിട്ടുള്ള ലാലു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 22-ാമതായിട്ട് പറയുന്നത് ചിന്ത അബ്ദുൾ സമദ്, ഒരു റിവ്യൂവർ ആണ്. അദ്ദേഹവും ആദ്യ ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി 23-ാമതായിട്ട് പറയുന്നത്
അജു ജേക്കബ് ഒരു സോഷ്യൽ മീഡിയ താരമാണ്. അദ്ദേഹവും ഫസ്റ്റ് ലെവൽ ഓഡിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ 24-ാമതായിട്ട് പറയുന്നത് ആക്ട്രസ് ആയിട്ടുള്ള ആരതി നായരും ആദ്യ ലെവൽ ഓഡിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 25-ാമതായിട്ട് പറയുന്നത് സിംഗറും പാട്ടെഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഇഷാൻ ദേവും ആദ്യ ലെവൽ ഓഡിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 26-ാമതായിട്ടും അവസാനത്തതുമായിട്ട് പറയുന്നത് ദി മാർക്കറ്റിംഗ് മല്ലു എന്ന് പറയുന്ന പേജ് ക്യാരി ചെയ്യുന്ന മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ ഫസ്റ്റ് ലെവൽ ഓഡിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പോയ ചില താരങ്ങളുടെ പേരുകളാണ് ഇപ്പൊ നമ്മൾ പങ്കുവച്ചത്. ഏകദേശം 26 വരുന്ന വ്യക്തികളുടെ പേര് ഇപ്പൊ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും നമ്മൾ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഇവരുടെ പേരും ഫോട്ടോസും മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോന് ഒരുപാട് ലെങ്ത് കൂടുന്നതായിട്ടൊരു പരാതി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാവരും ആദ്യഘട്ട ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിലേക്ക് വന്നം എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇതിനു മുന്നും ഫസ്റ്റ് ലെവൽ ഓഡീഷനും സെക്കൻഡ് ലെവൽ ഓഡീഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിലേക്ക് 100% സെലക്ട് ആയി എന്ന് പറഞ്ഞ പലരും പിന്നീട് ബിഗ് ബോസിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇവരിൽ പലരും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളത് ആരൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സ് പ്രൊമോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇത്രയും നാളുകളായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊമോ റിലീസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും കോമണേഴ്സ് പ്രൊമോന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും ഈ ഒരു കോമണേഴ്സ് പ്രൊമോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് നാളെ മെയ് 21-ാം തീയതി ആയിട്ട് ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രൊമോ നമുക്ക് നാളെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ ഈ പറയുന്ന ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് ലാലേട്ടനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും അടിപൊളിയായിട്ട് അറിയിക്കുന്ന ഒരാളെ ലാലേട്ടന്റെ വീട്ടിൽ ചെന്ന് നേരിട്ട് കാണാമെന്നുള്ള രീതിയിലൊക്കെ ഒരു പരിപാടിയൊക്കെ ഏഷ്യാനെറ്റ് ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജിയോ സ്റ്റാറിൽ ലാലേട്ടന്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അത് ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സിന് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പേജാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ കിടന്നോടുന്നത് കണ്ടു. അതൊന്നും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള കാര്യമേ അല്ല. ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോമണേഴ്സ് പ്രൊമോ ഏഷ്യാനെറ്റിൽ ആദ്യം റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ പറയുന്ന കോമണേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നത്. ഇത് ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷസ് അഴക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് അഴച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഈ പറയുന്ന ലാലേട്ടനെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് കോമണേഴ്സ് പ്രൊമോ ബന്ധപ്പെട്ടതല്ല. കോമണേഴ്സ് പ്രൊമോ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും കാത്തിരിക്കാം.